ഹായ് ഗായ്സ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചാണ്. ഈ രംഗം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ആദില കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആദിലയുടെ ഗെയിം എല്ലാം മാറിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു റിയാസ് വന്നതിന് ശേഷം ആദില ചുമ്മാ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പോലെ തോന്നി. ഈ തരത്തിൽ പോയി കഴിഞ്ഞാൽ ആദിലെ ഉടൻ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവും. ചുമ്മാ ഉറങ്ങിക്കിടന്നവരുടെ മുഖത്ത് കൊണ്ടുപോയിട്ട് ക്രീം ഇടുക രാത്രി. ഇതെന്ത് ഫണ്ണാണ് ഉദ്ദേശിക്കുന്നത്? അനീഷിൻ്റെ മുഖത്തൊക്കെയാണ് പോയി ക്രീം ഇടുന്നത്. അനീഷിനെ ഓൾറെഡി ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്ന നമ്മൾ കാണുന്നതാണ്. അത് പോട്ടെ, അനീഷിൻ്റെ മുഖത്തൊക്കെ നല്ല രീതിയിൽ ക്രീം ഇടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വെളുപ്പാങ്കാലത്തായിട്ടുണ്ടാവും, അർദ്ധരാത്രി ആയിരിക്കും എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ അക്ബറിൻ്റെ ദേഹത്തിടുന്നുണ്ട്, അക്ബറിൻ്റെ മുഖത്തിടുന്നുണ്ട്, പിന്നെ നമ്മുടെ ജിഷിൻ്റെ കയ്യിലൊക്കെയാണ് ഇടുന്നതെന്ന് തോന്നുന്നു. ഇതെന്താണ് ഫണ്ണ്? എന്ത് ഫണ്ണാണ് അതിൽ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ അതിലേക്ക് പുറത്തുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ റിയാസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തും ചെയ്യാം എന്നുള്ളൊരു എന്തും ചെയ്യാമെന്നുള്ളൊരു അധികാരം കിട്ടിയോ? ഇതിപ്പം നേരെ തിരിച്ച് ആദിലയുടെ ദേഹത്തോ ഇല്ലെങ്കിൽ നൂറയുടെ ദേഹത്തോ ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവർ ആ ബിഗ് ബോസ് ഹൗസ് അവിടെ വയ്ക്കുമോ? അവിടെ കത്തിച്ചുകൊണ്ടിരിക്കും, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം കിട്ടാൻ വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആദില. അപ്പോൾ ഇമാതിരി പരിപാടിയൊക്കെ അത് ഉറങ്ങിക്കൊണ്ട് ഇരിക്കുമ്പം ഇത് ഒരു ടാസ്ക് ആയിരിക്കില്ല. എന്തായാലും അർദ്ധരാത്രിയിൽ ഒരു ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കില്ല. ഇത് ഫണ്ണാണെന്ന് പറഞ്ഞ രീതിയിൽ ചെയ്യുന്ന എന്ത് വൃത്തികെട്ട പരിപാടിയാണിത്. അതും ആൾക്കാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരാളുടെ മുഖത്ത് കൊണ്ടുപോയിട്ട് ക്രീം ഇടുക. അതെന്ത് ഫണ്ണാണ് ഇവർ ഉദ്ദേശിക്കുന്നത്? സമൂഹത്തിന് എന്ത് ഇതാണ് കൊടുക്കുന്നത്? വലിയ കാര്യത്തിൽ ഓരോ കാര്യങ്ങൾ പറയുന്ന ടീംസാണ് ഈ ആദിലയൊക്കെ. അപ്പം ഇത് കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം തോന്നി. ആദിലയുടെ ഈ കളിക്കുകയാണെങ്കിൽ അതിൽ ഉടൻ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോവും. നെഗറ്റീവ് ഇംപ്രഷനാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്യുമ്പം ആൾക്കാരിൽ നിന്ന് ഇതേ ഉണ്ടാവുള്ളൂ. താങ്ക്